അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നമ്മൾ ഇടുന്നത് പോലെ രാവിലെ 10 മണിക്ക് ലൈവൊക്കെ ഇട്ടു. ലൈവ് ഒരു മണിക്കൂർ ഒരു മണിക്കൂറായിട്ടില്ല. അതിനു മുമ്പ് തന്നെ നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാനത് കട്ടാക്കി വെച്ചത്. കാരണം രണ്ടാമതും വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് നോക്കാം, ഇട്ടാലും വീണ്ടും പ്രശ്നമല്ല. അപ്പം അങ്ങനെ മുറിഞ്ഞ് വരുന്ന ഒരു ലൈവ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, അത് കട്ടാക്കിയത്. എന്തായിരുന്നാലും ഓരോ സംഭവത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു 3-4 മണിക്കൂറൊക്കെ ലൈവ് തുടർന്ന് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എന്തോ ഈ ലൈവ് ഈ നെറ്റ് പ്രശ്നമായപ്പോൾ ഇന്ന് വേണ്ട, ഇനി രാത്രി 7 മണിക്കുള്ള ലൈവ്, മഗ്‌രിബിന് ശേഷം ഇടുന്ന ലൈവ് നമുക്ക് ഒന്നും കൂടി ഉഷാറാക്കി പോവാം എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ലൈവിൽ വരുന്ന മുഴുവൻ ആളുകളും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരേ മനസ്സാണ്. മാക്സിമം സ്പാമായി പോവാത്ത വിധം കൂട്ടുകൊടുക്കണം, സബ് കൊടുക്കണം എന്ന് പറഞ്ഞാണ് നമ്മുടെ ലൈവിൻ്റെ ചർച്ച മുഴുവൻ. വേറൊരു ചർച്ചയും നമ്മുടെ ലൈവിലില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ നിങ്ങളെല്ലാവരും എത്തണം. നമുക്ക് ഇപ്പം നഷ്ടപ്പെട്ടു പോയ ആ ലൈവ്, ആ ഒരു ദുഃഖം അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടെടുക്കണം. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എൻ്റെ വീഡിയോ കേൾക്കണം, കാണണം. ഞാനിത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ അൽഹംദുലില്ലാഹ് സന്തോഷമാണ്, സുഖമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ ലൈവ് കട്ടാവുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. സാധാരണ പോലെ ഒരു ചെറുതായിട്ട് വരുള്ളൂ എന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ അത് കട്ടായിപ്പോയി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലും നെറ്റ് പ്രശ്നമാണ്. അതിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലോ ദുനിയാവിൽ നടക്കുകയുള്ളൂ. നമ്മൾക്ക് ഇങ്ങനെ തീരുമാനിക്കുക, ഞാൻ ഇന്നതൊക്കെ ചെയ്യും, ഞാൻ അതൊക്കെ കാണിക്കും, പ്രവർത്തിക്കും, അതൊക്കെ നമ്മളുടെ ഒരു പ്രതീക്ഷകളാണ്. അതൊന്നും നമ്മളുടെ പ്രതീക്ഷകളൊന്നും പൂവണിയണം, അല്ലെങ്കിൽ അത് സാധൂകരിക്കണം, അല്ലെങ്കിൽ നടപ്പാക്കണം എന്ന് വാശി പിടിക്കാനൊന്നും പറ്റൂലല്ലോ. അത് നടക്കേയില്ല. എന്തായിരുന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വൈകുന്നേരം 7 മണിക്ക് സമയം നീക്കം കൂടാതെ വരികയും നമ്മളെപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നതിന് പ്രാമുഖ്യം കൊടുക്കുകയും വേണം. അതുപോലെ നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലൈവ് ഇടുന്നവരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളിടുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരുടെ ലൈവിൽ പോയി അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ലൈക്ക്, കമൻറ്റ്, വാച്ചിങ് അവർക്കുണ്ടാവട്ടെ എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടായി പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം, അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അടുത്ത് തന്നെ വരണം എന്ന് നാം വാശി പിടിച്ചിരിക്കരുത്. അതുപോലെ തന്നെ അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇന്നലെ, അതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ പോകില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാവരും വന്നും കൂടി പോയി നിന്ന് നമ്മുടെ എല്ലാവരും ലൈവിനെയും ചാനലിനും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ വളരണം. ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു 1.5-2 മാസം കൊണ്ട് ഞാൻ ലൈവ് മേഖലയിൽ നിന്ന് മനസ്സിലാക്കിയത്, അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കില്ല. എല്ലാം എനിക്ക് തന്നെ വരണം, എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു മനോഭാവമാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ചിന്താഗതി പലരുടെയും പ്രവൃത്തിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തോന്നും അവർ മാത്രം ചോദിക്കുന്നത്, വരുന്നവരോട് അവർക്ക് കൊടുക്കാൻ അവസരമുണ്ട്, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ അവസരം ഉണ്ടായിട്ടും ആ വരുന്നവരോടൊക്കെ എനിക്ക് താ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും കേൾക്കുന്നില്ല. അത് ചുരുക്കം ചിലരിലാണ്. അതൊരു നല്ല കീഴ്വഴക്കമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം ഒരാൾ കയറി വന്നു, അയാൾ ആദ്യമായി വരികയാണെങ്കിൽ അങ്ങോട്ടൊരു സബ് കൊടുക്കേണ്ട, ചാനലാണോ ലൈവ് ഉണ്ടോ ഇതൊക്കെ അന്വേഷിച്ചിട്ട് അവർക്കൊരു സബ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ വശമുള്ളവർ അവരോട് ചോദിക്കണം. അപ്പം വന്നിട്ടേ ഉള്ളൂ, അവരോട് എനിക്ക് സബ് താ. ആ ഒരു മനോഭാവമൊക്കെ തീർന്നു. ഒരു തരം തിക്കും തിരക്കുമാണ് എന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഈ എന്താ ഈ ഈ ഒരു ഭിക്ഷാടന മാഫിയയുടെ മുമ്പിൽ എന്തെങ്കിലും സാധനം കൊണ്ടുപോയി നമ്മൾ കൊടുക്കാൻ വേണ്ടി നിന്നാലേ അവർ നമ്മളെ കൊണ്ട് സ്വസ്ഥമായി അത് കൊടുപ്പിക്കൂലല്ലോ.
ആകെപ്പാടെ പ്രശ്നമുണ്ടാക്കി കിട്ടിയവർക്ക് കൂടുതൽ കിട്ടി, കിട്ടാത്തവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് പലപ്പോഴും ലൈവിൽ അനുഭവപ്പെടാറുണ്ട്. എനിക്ക് സബ് തരുമോ, എനിക്ക് സബ് തരുമോ, ഞാനൊന്ന് അങ്ങോട്ട് തന്നു എന്ന് പറയുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ലൈവിലൊക്കെ പോയി സബ് ചോദിക്കുന്നവരും കൊടുക്കുന്നവരൊക്കെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പഠിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പല ലൈവിലും പോകലുണ്ട്. ഒരു ലൈവിൽ പോയിട്ടും എനിക്കൊരു സബ് തരുമോ, ഞാൻ നാളെ തരാം, എനിക്കൊരു കൂട്ട് തരുമോ, ഞാൻ നാളെ ഞാനെന്നെ പറയാറില്ല. അല്ലെങ്കിൽ എന്നെ നിങ്ങളത് പിൻ ചെയ്ത് വച്ചേക്ക് എന്ന് ഞാൻ പറയാറില്ല. അത് എനിക്ക് എന്തോ ഒരു അലോസരമായി തോന്നാറുണ്ട്. അതേസമയം ലൈവിൽ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ കാഫുമല ലൈവിൽ നിങ്ങൾ വരുമ്പോൾ ആ ആൾ ആരാണെന്ന് നമുക്കറിയായിരിക്കുമല്ലോ. നമ്മൾ പരിചയപ്പെട്ടു. ചാനലാണ് ആണ്. എന്നാൽ നിങ്ങൾ നമുക്കൊരു സബ് ചെയ്തോളൂ എന്ന് പറയാം. അതോടൊപ്പം തന്നെ അവിടെ ഉള്ള ആളുകളോട് പറയും, ഈ ആളൊരു ചാനലാണ്, നമ്മളെ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയും. സപ്പോർട്ട് കൊടുക്കുകയും വേണം. അങ്ങനെ പരസ്പരം ഒരു ധാരണയിലും ഒരു താല്പര്യത്തിലും ഉത്തരവാദിത്തത്തിലും ആത്മാർത്ഥതയിലും ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും കൂടി നിന്നാലാണ് നമ്മുടെ കൂട്ട് ഇതാവുള്ളൂ. പിന്നെ ബ്ലൂ മേടിച്ചതിന് ശേഷം നമ്മുടെ ലൈവിൽ കുറേ നേരം നിന്ന് സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യം കൂട്ടൊക്കെ കഴിഞ്ഞ് തന്നാൽ ഞാൻ പോവാട്ടോ, എൻ്റെ ബ്ലൂ നിങ്ങൾ എടുത്തോ എന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിക്കാതെ പലരും വിട്ടുപോകാറുണ്ട്. അത് ശരിയല്ല. നിങ്ങൾ പോണതിന് വിരോധമല്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നൊരു തിരിച്ചറിയൽ അടയാളമാണ് ആ ബ്ലൂ. അത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ളൊരു മര്യാദ അതും ചിലർ കാണിക്കുന്നില്ല. അവരുടെ കാര്യം കഴിഞ്ഞതുപോലെ അവർ പോകും. എന്നാൽ അവർ ഓർക്കുന്നില്ല. അവർക്ക് ചിലപ്പോൾ 10ഓ 50ഓ 100ഓ സബ് കിട്ടിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്, ഇവിടെ വരേണ്ടവരാണ് എന്നുള്ള ചിന്തയിൽ അവർ വരൂല. അവർക്ക് കിട്ടിയത് അപ്പോഴും ലാഭം എന്ന് തോന്നിയിട്ട് അവർ പോകും. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വരുന്നത്. വരുമ്പോൾ ഈ ചാനലിൻ്റെ നടത്തുന്ന ആളുകളും കൂട്ട് തന്നവരൊക്കെ ഇവരെ നോക്കി വെച്ചിട്ടുണ്ടാവും. അവർ വരുമ്പോൾ പിന്നെ മൈൻഡ് ചെയ്യില്ല. ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ എൻ്റെ കാര്യം പറയാമല്ലോ. ഞാൻ അങ്ങനെയുള്ളൊരു മൈൻഡ് ചെയ്യില്ല എന്നല്ല. അവർ നമ്മളെ ലൈവിൽ പിന്നെ നിർത്തണമെന്ന താല്പര്യം എനിക്കില്ല. അതുകൊണ്ട് ലൈവിൽ വരുന്ന ആളുകൾ ബ്ലൂ ഒക്കെ മേടിച്ച് കൂട്ട് കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്ത ആളുകൾ പോകുമ്പോൾ എൻ്റെ ബ്ലൂ എടുത്തോട്ടോ എന്ന് പറയുകയും ബ്ലൂ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ബ്ലൂ മാറ്റാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയമാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പം ഈ 1 1/2 2 മാസം കൊണ്ട് ഞാൻ കുറേ ആളുകൾക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. പലർക്കും കൂട്ട് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പോയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ അവർ കണ്ടാലും അറിയില്ല. ചിലര് പെട്ടെന്ന് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ ലൈവിലൊക്കെ കാഫുമല അല്ലേ, ഓക്കെ ഞങ്ങൾക്കറിയാട്ടോ, ഞങ്ങൾ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, ആനയാണ്, കുതിരയാണ്, ചേരയാണ്, ചുണ്ണാമ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ പറയും. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. ബ്ലൂ ഒക്കെ മേടിച്ച് കൂട്ടൊക്കെ കൊടുത്തും മേടിച്ചൊക്കെ നിന്നിട്ട് അവരുടെ കാര്യം കഴിയുമ്പോൾ അവരങ്ങ് പോകുന്നതിന് വിരോധമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടുന്ന് അതാത് ലൈവിൽ നിന്ന് തന്ന ബ്ലൂ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു മനസ്സ് നിങ്ങൾ കാണിക്കാത്തത് ഒരു മഹാ അപരാധമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ലൈവ് ഇടുന്നവരും ലൈവിൽ പോയി സപ്പോർട്ട് ചോദിക്കുന്നവരൊക്കെ വളരെ ഉത്തരവാദിത്തോടുകൂടി നീങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഞാൻ അതുകൊണ്ട് ഇനി ബ്ലൂ കൊടുക്കുന്ന വിഷയത്തിലേക്ക് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ കൂട്ട് കൊടുപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ വളരെ ഗൗരവമായി ചിന്തിക്കും. ഇന്നൊക്കെ അതുപോലെ തുടരും, ഞാൻ ചിന്തിക്കും. കാരണം നിങ്ങൾക്ക് കൂട്ടം മാത്രം മതി എന്നുള്ള ആ മനോഭാവം ഉണ്ടല്ലോ, അത് എനിക്ക് ഒരു മടുപ്പ് തോന്നി. അവർക്ക് കൂട്ടി തരുന്നവർക്ക് മാത്രം മതി എന്നുള്ള ആ മനോഭാവം അതെനിക്ക് മടുപ്പായി. കേട്ട് 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 അതേസമയം അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അധികം ആളുകളും ഉണ്ടല്ലോ, ബഹുഭൂരിപക്ഷം ആളുകളും വളരെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് അവർ വിശേഷങ്ങൾ പറയുന്നു, അവർ ചാനലാണെന്ന് പറയുന്നു, കൂട്ട ആവശ്യമുണ്ടെന്ന് പറയുന്നു, ഇതൊക്കെ പറഞ്ഞ് നിർത്താം. ഇത് മറ്റങ്ങനല്ല, ഇത് ഇങ്ങനെ ശല്യം ചെയ്യും. വേറെ ചിലരുണ്ട്, എനിക്കൊരു ബ്ലൂ താ, എനിക്കൊരു ബ്ലൂ. ഈ ബ്ലൂ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ഒന്നിനുമല്ലല്ലോ. എന്ത് ചെയ്യാനാണ് അങ്ങനെ ശല്യം ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വന്ന 2ാമത്തെ ദിവസം ബ്ലൂ തരുള്ളൂ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിക്കും. അങ്ങനെ ശല്യം ചെയ്യുന്ന അതൊരു ശല്യമാണ് കേട്ടോ. അതൊക്കെ ഒഴിവാക്കി എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും അതിനുള്ള ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിൽ ആർക്കും വിദ്യാഭ്യാസത്തിലൊരു കുറവില്ല, ബുദ്ധിപരമായിട്ടും ഒരു കുറവുമില്ല, പ്രാപ്തിയിലും തൻ്റെ ഇടത്തിലും ഒരു കുറവില്ല. എല്ലാവർക്കും അവരുടേതായ ബുദ്ധിയും പ്രാപ്തിയും വൈഭവവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ചാനൽ വിഷയത്തിൽ ലൈവ് നടത്തുന്നതിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കാൻ പ്രത്യേകമായിട്ട് ബ്ലൂ മേടിച്ചവർ ബ്ലൂ പോകാൻ നേരത്തെ എൻ്റെ എടുത്തോ എന്ന് പറഞ്ഞിട്ട്
അത് തിരിച്ചു കൊടുത്തു പോകാനുള്ളൊരു മനസ്സ് കാണിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അതായിരിക്കും അതിൻ്റെ ശരിയും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യാണ്. ഞാനിത് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഇത് കാണുകയും നിങ്ങൾക്കെന്താണോ എൻ്റെ ഈ അഭിപ്രായത്തോട് അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വിഷയത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റായിട്ട് അവർ രേഖപ്പെടുത്തുകയും ചെയ്താൽ ഉപകാരമാണ്. യോജിക്കുന്നുണ്ടെങ്കിൽ യോജിപ്പുണ്ട്, ഇല്ല അങ്ങനെയൊന്നുമില്ല തോന്നിയ പോലെ ഇത് ചെയ്യാം എന്നാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം ഏതുമാവട്ടെ നിങ്ങളത് അഭിപ്രായം രേഖപ്പെടുത്തണം എന്നും കൂടി അഭ്യർത്ഥിച്ച് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.